കണ്ടോ ആ പപ്പിയെ എങ്ങനെയാ പൊട്ടി പൊട്ടി കരയുന്നെന്ന്. കണ്ടിട്ട് എന്തോ അസുഖാന്നാ തോന്നുന്നേ. പാവം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. അവൻ ആരും ഇല്ലാന്നാ തോന്നുന്നത്. വരൂ, ഇതിന് നമുക്ക് ഡോക്ടർ ജഡ്കേന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഇതിന് ചികിത്സ കൊടുക്കണം. ഹലോ പപ്പി, വരൂ വരൂ, നമുക്ക് ഡോക്ടർ ജഡ്കേന്റെ അടുത്തേക്ക് പോവാം ട്ടോ. പേടിക്കണ്ട മോനെ, ഞങ്ങൾ നിന്നെ ഡോക്ടർ ജഡ്കേന്റെ അടുത്തേക്കല്ലേ കൊണ്ടുപോകുന്നത്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. പേടിക്കണ്ട പേടിക്കണ്ട മോനെ, വാ മോനെ വാ. പോവല്ലേ, അവിടെ നിക്കന്റെ പപ്പി. അവിടെ നിക്ക് പപ്പി. അത് കണ്ടോ, ആ രണ്ടാളും കൂടി ചേർന്ന് ആ പപ്പിയെ എങ്ങനിട്ട് ഓടിക്കുകയാണല്ലോ. വരൂ, നമുക്ക് അവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. ഓടിക്കോ. ഇത് പപ്പിയുടെ അച്ഛനെങ്ങാനാണോ? അവിടെ കടിക്കല്ലേ. ഇനിയിപ്പോ എന്താ വേണ്ടത് നിനക്ക്? ഞങ്ങൾ നിന്റെ നല്ലതിനല്ലേ പുറകിൽ വന്നത്. നിന്നെ കൊണ്ട് ചികിത്സിക്കാനല്ലേ ഞങ്ങൾ നോക്കിയുള്ളൂ. എന്നിട്ട് നീ ഞങ്ങളോട് ഈ ചതി കാണിച്ചില്ലേ? സോറി അങ്കിൾ. ശരി വിട്ടേക്ക്. സോറി ഇപ്പൊ പറഞ്ഞില്ലേ. അല്ല, എനിക്കെങ്ങനെ ഇവന്റെ ഭാഷ മനസ്സിലായത്? അതെ, എനിക്കും കേട്ടിരുന്നു ഇവനിപ്പം നമ്മളോട് സോറി പറഞ്ഞത്. നിങ്ങൾക്ക് എന്റെ ഭാഷ മനസ്സിലാക്കാനും സംസാരിക്കാനും കഴിയും. അതെ, ഒന്നുകിൽ കരയ് അല്ലെങ്കിൽ തുമ്മ്. ഇങ്ങനെ രണ്ടും ഒന്നിച്ചു ചെയ്യാതെ. ആട്ടെ, നീ എന്തിനാ കരഞ്ഞോണ്ടിരുന്നത്? എന്റെ പേര് റോക്കി എന്നാ. എന്റെ യജമാനൻ ഗുസ്തിക്കാരൻ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നതുകൊണ്ട് അവർ പറയുന്നത് എന്റെ അസുഖം എന്റെ സഹോദരന്മാർക്കും കൂടി പകരുന്ന. ടോമിയും മോത്തിയും എന്റെ സഹോദരന്മാരാ. ഓ, ഇത് വല്ലാത്തൊരു കഥയായി പോയല്ലോ. നോക്കിക്കേ, എന്റെ പേരാണ് മോട്ടു. ഇതെന്റെ കൂട്ടുകാരൻ പത്ലു. വരൂ, ആദ്യം നിന്നെ ഞങ്ങൾ ഡോക്ടർ ജഡ്കേന്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കട്ടെ. അതിനുശേഷം നമുക്ക് നിന്റെ യജമാനന്റെ അടുത്തേക്ക് പോവാം. ഓക്കെ? അതുകൊണ്ടോ, അവന്മാരാ പപ്പിയെ പിടിച്ചിരിക്കുന്നു. ഇനി അവന്മാര് വെറുതെ വിടരുത്. ഓടിക്കോ, അല്ല നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ പുറകെ തന്നെ കൂടെ ഇരിക്കുന്നത്? ഓടിക്കോ. ഡോക്ടർ ചക്ക, എന്തിനാ അകത്ത് ഓടി വരുന്നേ? എന്താ പറ്റിയത്? എന്റെ ലാവല് വെച്ചിരുന്ന കെമിക്കലിന് കുപ്പി താഴെ വീണ് പൊട്ടിപ്പോയി. എത്രയും പെട്ടെന്ന് വീട് പൊട്ടിത്തെറിക്കും. നമുക്ക് ഇവിടെ ദൂരത്ത് നിൽക്കാം. നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് പോകോ, ഞാൻ ഇവരെ നോക്കിക്കോളാം. താങ്ക് യു. അവറ്റകളെ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തൂ. അവര് പോയതേ പിന്നെ ഞങ്ങളെ വിളിക്കൂ. ഞങ്ങൾ പുറത്തു വന്നോളാം. ഓയ് ഗസീട്ടെ, മോട്ടുവും പത്തിലും അകത്തേക്ക് പോയിരിക്കണല്ലോ. മോട്ടു പുറത്തു വാ, പത്തിലു പുറത്തേക്ക് വാ, വേഗം. നിക്കവിടെ. മോട്ടുവും പത്തിലും എന്റെ കൂട്ടുകാരാ. ഇനി അവരെ കടിക്കാൻ നോക്കിയാലുണ്ടല്ലോ. സോറി കുംഫു മാസ്റ്റർ, തെറ്റുപറ്റിപ്പോയി. വി ആർ പ്രൗഡ് ഓഫ് യു. ഒരു പപ്പിയായ നിങ്ങളെ പോലെ വേണം സ്വന്തം യജമാനെയും കൂട്ടുകാരെയും രക്ഷിക്കുന്നവൻ. ഇപ്പൊ ഞങ്ങളെ ഒന്ന് വിട്ടേക്ക് പ്ലീസ്. ശരി, ഓക്കെ. ഇപ്പൊ രണ്ടുപേരും സ്ഥലം വിട്ടു വിടുന്നു. മോട്ടുപത്തിലോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആരാ മോട്ടുപത്തിലിനെ ആരാ ഈ അവസ്ഥയിലാക്കിയത്? ഓയ് മോട്ടു പത്തിലു, എന്റെ ചങ്കുകളെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? പൊളിച്ചെടുത്തല്ലോ. രണ്ടുപേർക്കും നല്ല പണി കിട്ടിയെന്നാ തോന്നുന്നേ. നിങ്ങൾ രണ്ടുപേരാണോ മോട്ടുപത്തിലിനെ ഈ അവസ്ഥയിലാക്കിയത്? നിങ്ങൾ രണ്ടുപേരെയും ഞാൻ വെറുതെ വിടില്ല. റോക്കി, അവരെ വിട്ടേക്ക്. അവര് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. സോറി, ഞാൻ വിചാരിച്ച ശത്രുക്കളാണെന്നാ.
പപ്പി റോക്കിക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. ഞങ്ങൾ ഇവനെ ചികിത്സിക്കാൻ വേണ്ടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതാണ് സംഭവം. ഓഹോ, എന്ത് മനോഹരമായ ഡോഗിയല്ലേ. വരൂ, നിങ്ങൾക്ക് ഞാൻ നല്ല ട്രീറ്റ്മെന്റ് തരാം. എന്റെ അടുത്ത് മരുന്നൊക്കെ ഉണ്ട്. വരൂ. അത് നോക്ക്, അതാ എന്റെ വീട്. പപ്പി, ഓ റോക്കി, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? ഞങ്ങൾ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. നീ ഇല്ലാതെ ഒരു രസം ഉണ്ടായിരുന്നില്ല. ഇവർ രണ്ടുപേരും കാരണമാണ് ഞാനിപ്പോ തിരിച്ചു വന്നത്. അത് മോട്ടുവും പത്ലുവാ, എന്റെ സുഹൃത്തുക്കൾ. മോട്ടു പത്ലു, ഇതാണ് എന്റെ സഹോദരന്മാർ ടോമിയും മോത്തിയും. ഹായ് കൂട്ടുകാരെ. നിങ്ങളുടെ യജമാനൻ എവിടെ? ആ ഗുസ്തിക്കാരനെ ഞങ്ങൾ കാണേണ്ട പോലെ കണ്ടോളാം. അതാ നോക്ക്, അതാണ് ഞാൻ പറഞ്ഞ ഫയൽമാൻ. ഓ, ഞാൻ അവനെ ഇന്ന് ശരിക്കും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ അവൻ ഒരിക്കലും അത് മറക്കരുത്. എന്താണോ താൻ പിന്നെ വന്നോ? ഒന്ന് പോ ഇവിടുന്ന്. ഇല്ലെങ്കിൽ ആ ഗുസ്തിക്കാരൻ നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കും. പറഞ്ഞത് മനസ്സിലായല്ലോ? അല്ല, എങ്ങനെ മേലേക്ക് എത്തിക്കുമെന്നാ? അവനിപ്പോ ഒറ്റയ്ക്കല്ല, അവന്റെ കൂടെ ഞങ്ങളുണ്ട്. പിള്ളേരടുത്തല്ല നിങ്ങളുടെ കയ്യൊക്കെ കാണിക്കേണ്ടത്. നിങ്ങൾക്ക് ഗുസ്തി പിടിക്കണമെങ്കിൽ എന്റെ കൂടെ വന്ന് പിടിക്കേ. ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഈ റോക്കിയെ നിങ്ങൾ നിങ്ങളുടെ കൂടെ വേണം നിർത്താൻ. ഇനി അഥവാ ഞാൻ തോറ്റാൽ റോക്കി നിങ്ങളുടെ കൂടെ ആയിരിക്കില്ല, ഈ എന്റെ കൂടെ ആയിരിക്കും. സമ്മതമാണ്. ഞങ്ങളുടെ ഗുസ്തിക്കാരൻ എപ്പോഴും എല്ലാ ചാലഞ്ചും നേരിടാറുണ്ട്. അപ്പൊ നാളെ രാവിലെ 9 മണിക്ക്. മോട്ടു, എനിക്ക് വേണ്ടി നിങ്ങൾ ഗുസ്തിക്ക് പോകാതിരിക്കുന്നത് നല്ലത്. എന്റെ ഓണർ വളരെ അപകടകാരിയാ. പപ്പി, ഞാൻ അതിനേക്കാളും അപകടകാരിയാ. നീ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഓക്കേ, രണ്ട് ഗുസ്തിക്കാരും ശ്രദ്ധിച്ച് കേട്ടോളണം. ആരും ചീറ്റിംഗ് ചെയ്യരുത്. അതെ, ഒരു മിനിറ്റ് എന്റെ സാറേ. ആദ്യം എന്റെ ഗുസ്തിക്കാരനൊന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. എന്ത്? അപ്പൊ നീയല്ലേ ആ പറഞ്ഞ ഗുസ്തിക്കാരൻ? പിന്നെ ഈ പറഞ്ഞോണ്ടിരുന്ന ഗുസ്തിക്കാരൻ ആരാ? ഞാനുണ്ട്. ഞാനാണ് പുതിയ കളിക്കാരൻ. മോട്ടു വാ, നമുക്ക് വീട്ടിലേക്ക് ഓടി പോവാം. റോക്കിയെ നമുക്ക് നമ്മുടെ കൂടെ നിർത്തിയേക്കാം. ഇല്ല പത്ലു, ഇത് സത്യവും മിഥ്യയും തമ്മിലുള്ള പോരാട്ടമാണ്. ഞാൻ പിന്മാറില്ല. റോക്കിയുടെ അവകാശം ഞാൻ നേടിക്കൊടുക്കും. അപ്പോ നീയാണ് എന്നെ ചാലഞ്ച് ചെയ്തത് അല്ലേ? അതെ ഗുസ്തിക്കാരൻ ചേട്ടാ. ഗുസ്തി എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ മുഴുവൻ നിങ്ങൾ ഇത്രയും കാലം പറ്റിക്കായിരുന്നില്ലേ? ലോകരും അതൊക്കെ അങ്ങ് വിശ്വസിച്ച് നിങ്ങളെ അങ്ങ് വാഴിച്ചു. നിങ്ങളെ ഞാൻ ഫൈറ്റ് ചെയ്യാൻ ചാലഞ്ച് ചെയ്യുകയാണ്. മാത്രമല്ല, റോക്കിയെ അവന്റെ സഹോദരങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയില്ലേ? അതവന്റെ അസുഖം കാരണം കാണിച്ചല്ലേ? വർത്തമാനം മതിയാക്ക്, എന്നിട്ട് ഫൈറ്റിംഗ് തുടങ്ങ്. ഓക്കേ, ഫൈറ്റ്. ഇന്ന് എനിക്കും മോട്ടുവിന്റെ ഇടയിൽ ആരും വരില്ല. എന്റെ അമ്മോ, ഫൈറ്റ് ഞാനല്ല, മോട്ടു ആണ് ചെയ്യുന്നത്. എന്നെ വിട്ടേക്ക്. എന്നേക്കുമായി ഞാൻ മുകളിലേക്ക് കണ്ടോ? മോട്ടു, ഇന്നാ പിടിച്ചോ സമൂസ, എന്നിട്ട് പണി തുടങ്ങിക്കോ. ഇല്ല പത്ലു, ഇന്ന് ഞാൻ സമൂസ കഴിക്കില്ല. ഇത് സത്യവും മിഥ്യയും തമ്മിലുള്ള പോരാട്ടമാണ്. ഞാൻ നേർമാർഗത്തിലൂടെ മാത്രമേ പോരാടുകയുള്ളൂ. ഇനിയും വേഗത്തിൽ കറക്ക്, ഇനിയും വേഗത്തിൽ കറക്ക്. അല്ല, നിനക്ക് ഇത്രയും ശക്തിയേ ഉള്ളൂ. കറക്ക്. ഇനിയും കറക്ക്. കറക്ക്, വേഗം കറക്ക്, വേഗം കറക്ക്. എന്റെ മോട്ടു
മോട്ടു, നീ വളരെ പരാക്രമിയാണ്. നീ പറഞ്ഞത് ശരിയാണ്. ഇത് സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമായിരുന്നു. വിജയം എപ്പോഴും സത്യത്തിൻ്റെതായിരിക്കും. ഞാൻ റോക്കിയെ അതിന്റെ സഹോദരങ്ങളിൽ നിന്നും ഒരിക്കലും അകറ്റില്ല. താങ്ക് യു ഗുസ്തിക്കാരൻ ചേട്ടാ, താങ്ക് യു. താങ്ക് യു മോട്ടു പത്ലു. നിങ്ങളെ പോലെയുള്ള കൂട്ടുകാർ എല്ലാവർക്കും ആവശ്യമാണ്. വിളിച്ചെടുത്തല്ലോ ഡോക്ടർ ചട്ക, ഒന്ന് ഇങ്ങോട്ട് നോക്കണേ. എക്സ്പെരിമെന്റ് തുടങ്ങി കഴിഞ്ഞാ പിന്നെ ചുറ്റും നടക്കുന്നതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഓയ് സോറി ഗസീട്ട, ഐ ആം വെരി സോറി. ഡോക്ടർ ജഡ്ക, എനിക്ക് തോന്നുന്നത് വലിയേട്ടൻ അകത്തുണ്ടെന്നാ. വാ, നമുക്ക് അവരെ കാത്തിരിക്കാം. പക്ഷെ ഇതൊക്കെ എന്തിനാ ഈ ചെയറിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നേ? വിളിച്ചെടുത്തല്ലോ മമ്മി. ഓഹോ, എന്റെ നടു ഒടിഞ്ഞു. ഓയ് മോട്ടു പത്ലു, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? പൊളിച്ചെടുത്തല്ലോ എന്റെ കാല്. ഓയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചിങ്ങോട്ട് വന്നത്? കാര്യം പറയ്. എന്റെ വലിയേട്ടാ, ക്രിക്കറ്റ് മാച്ചല്ലേ വരുന്നത്, ഞങ്ങൾക്കത് കാണണം. അതുകൊണ്ട് ഞങ്ങൾക്കൊരു TV ഉണ്ടാക്കി തരൂ. കറണ്ട് പോയാലും ബാറ്ററിയിൽ ഓടുന്ന TV. മാത്രമല്ല അതിലെ ദൃശ്യങ്ങളോ വെള്ളം പോലെ തെളിഞ്ഞിരിക്കണം. ഓ എന്റെ ചങ്കെ, അതിനെന്താ, ഇത് എടുത്തുകൊള്ളൂ. ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ടിവിയാണ്. ഇതിന്റെ പിക്ചർ ക്വാളിറ്റി എല്ലാം അടിപൊളിയാ മോട്ടു. ഒരു പക്ഷേ ഇതിന്റെ പിക്ചർ ക്വാളിറ്റി കുറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ആന്റിനെ മുകളിലേക്ക് ഉയർത്തണം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ സാധിക്കും. പൊളിച്ചെടുത്തല്ലോ, എവിടെയോ എന്തോ കത്തുന്നത് പോലെ ഉണ്ട്. വാവ് ഡോക്ടർ ജഡ്ക, എന്ത് നല്ല ക്ലാരിറ്റിയാ. കൊള്ളാം കൊള്ളാം വലിയേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. പോ താഴെ ചെന്ന് കളി കാണ്. എങ്ങാനും ഞങ്ങളുടെ കുട്ടികൾക്ക് ഇതേപോലെ പ്രാന്ത് പിടിച്ചാ TV എവിടെ നിന്ന് വാങ്ങിച്ചു വെക്കുമെന്ന് ആലോചിക്കുന്നേ. ടിവി മുറുക്കി പിടിച്ചോ, ടിവി പൊട്ടാതെ നോക്കിക്കോ. എടാ, നിനക്ക് ട്രക്ക് നേരെ കൊണ്ട് ഓടിക്കാൻ അറിഞ്ഞൂടെ? അയ്യോ, ഇതെന്ത് പണിയാ കാണിച്ചേ? എന്ത് സവാരി കയറിയാ വന്നത്? ഇതൊരു വല്ലാത്ത തരം വാഹനമാണല്ലോ. നിങ്ങളെ കൊണ്ട് തോറ്റു. എന്റെ ചായക്കട ചേട്ടാ, പെട്ടെന്ന് നല്ല ചൂടുള്ള സമൂസകൾ ഇങ്ങടുത്ത്. ഇന്ന് മുഴുവനും നമ്മൾ ഇവിടെ ഇരുന്ന് മാച്ച് കാണും. മോട്ടു, അതിന് പിടിവിടരുത്. പിടിവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാച്ച് കാണാൻ പറ്റില്ല. മോട്ടു, ഇവന്മാരെന്താ എന്റെ വണ്ടിയുടെ മുകളിൽ കയറി അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പൊ ഞാൻ അവന്മാർക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അവന്മാർ ജീവിതത്തിൽ ഒരിക്കലും ഇത് മറക്കില്ല. ഇനി എന്റെ വണ്ടിയുടെ മുകളിൽ കേറുവോ? ഇപ്പൊ മനസ്സിലായോ ഞാൻ ആരാണെന്ന്? വാവ്, എന്ത് നല്ല ക്ലാരിറ്റിയാ. നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. ഇവന്മാരെന്താ ഇപ്പൊ നിലവിളിക്കാത്തത്? ഇപ്പൊ ഞാൻ അവന്മാർക്ക് കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണ്. ഇന്ന് ദൈവം എന്റെ കൂടെയാണെന്നാണ് തോന്നുന്നത്. മോട്ടു പത്ലു ജഡ്ക കസീട്ട എല്ലാവരും എന്റെ മുന്നിൽ വന്ന് ചാടിയിരിക്കുന്നത് കണ്ടില്ലേ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞേ അല്ലേ നമ്പർ 2? എടാ, കവിതയ്ക്കുണ്ടായവരെ നിന്റെ ഈ തള്ളു കേട്ട് കേട്ട് ഞാൻ പടുത്തു. ഒന്ന് മിണ്ടായിരിക്കടാ. സാർ,
നിങ്ങൾ എന്താ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത്? തണുത്തതാണോ ചൂടുള്ളതോ? അതായത് ചായയോ കൂൾ ഡ്രിങ്ക്സോ? നമ്മളെ അന്വേഷിച്ച് വന്ന വിരുന്നുകാരെ നിങ്ങൾ നന്നായിട്ട് സൽക്കരിക്കണം. നിനക്കൊക്കെയുള്ള പണി ഞാൻ വേറെ തരാം. മണ്ടന്മാര്. ഞങ്ങൾക്ക് ഒരിടത്തിരുന്ന് ക്രിക്കറ്റ് മാച്ച് കാണാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ ക്രിക്കറ്റ് മാച്ച് കാണാനാണെങ്കിൽ കണ്ടോളൂ. പക്ഷെ എന്റെ അടുത്ത് ടിവിയുമില്ല, ഇവിടെ ഇലക്ട്രിസിറ്റിയും ഇല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നിങ്ങൾ മാച്ച് കാണുക? എന്റെ ജോണെ, ഞങ്ങൾക്ക് സമാധാനമായിട്ട് കാണാൻ ഒരു സ്ഥലം മാത്രം മതി. ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരി, നിങ്ങൾ മാച്ച് കണ്ടോളൂ. നിങ്ങളുടെ കൂട്ടത്തിലിരുന്ന് മാച്ച് കാണാൻ എനിക്ക് സന്തോഷമാണ്. നമ്പർ 1, നമ്പർ 2 ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക. ഈ ജോണിന്റെ അടുത്ത് വന്ന് ക്രിക്കറ്റ് മാച്ച് കാണാൻ സ്ഥലം ചോദിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? ഈ ജോൺ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കൊണ്ടാ. ഇവന്മാരോട് പറഞ്ഞ് എന്റെ തൊണ്ടയില് വെള്ളം പറ്റി പോവുക. ചെന്ന് നിങ്ങള് ടിഫിന് വെള്ളമൊക്കെ എടുത്തോണ്ട് വരൂ. വേഗം. ഓ എന്റെ ജോൺ സഹോദര, ഈ ഹാൻഡിനെ കുറച്ചും കൂടി മുകളിലേക്ക് വെക്കാൻ പറ്റുമോ? എന്താന്ന് വെച്ചാൽ ഈ ഹാൻഡിനെ മുകളിലേക്ക് ചെല്ലും തോറും പിക്ചറിന്റെ ക്ലാരിറ്റിയും കൂടും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്റെ സഹോദരാന്ന് വിളിച്ചില്ലേ? ഇത് കേട്ടപ്പോൾ എനിക്ക് കരച്ചിലടക്കാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ കണ്ടോ, ഞാൻ ഈ ആന്റിന മുകളിലേക്ക് എങ്ങനെയാണ് ഉയർത്താൻ പോകുന്നതെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഇത് മതിയോ? ഇനി കുറച്ചും കൂടി വേണോ? ഇതൊക്കെയാണോ? അതെ, മതി മതി ജോണേട്ടോ. ആന്റിനെ അവിടെ തന്നെ ഫിക്സ് ചെയ്തോളൂ. പിക്ചർ ഇപ്പൊ നന്നായിട്ട് കാണുന്നുണ്ട്. നീ എന്റെ സഹോദരൻ അത് വിളിച്ചല്ലോ മോട്ടു. എന്റെ ജോണേട്ടോ, നിങ്ങൾ മോഷണമൊക്കെ നിർത്തുവാണെങ്കിൽ ഉണ്ടല്ലോ, ഞങ്ങൾ എന്നും നിങ്ങളെ ജോണേട്ടോ എന്ന് വിളിച്ചോളൂ കേട്ടോ. എന്ത് മോഷണം നിർത്തണമെന്നോ? എന്റെ പരമ്പരാഗത ജോലി നിർത്തണമെന്നോ? ജോണിനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം ജോണിന്റെ ജോലി എന്താണെന്നും. നീ എന്തിനാ എത്ര ദൂരെ നിൽക്കുന്നേ? ഞങ്ങളുടെ അടുത്തേക്ക് വാ. നീ ഇല്ലാതെ ഇവിടെ ഒരു രസമില്ല. അനങ്ങരുത്. കണ്ടില്ലേ, സിക്സർ അടിച്ചു. ആരും അനങ്ങരുത്. റീപ്ലേ വരും, വീണ്ടും റീപ്ലേ ചെയ്യും. അല്ല, ഈ ടിവിയിൽ പരസ്യം കഴിയുന്നത് വരെ നമുക്ക് എന്തെങ്കിലും കഴിച്ചു കുടിച്ചു വരുന്നൂടെ? ഇവിടെ കഴിക്കാനും കുടിക്കാനും ഒന്നും കിട്ടില്ല. നമ്മളിപ്പോ ഭൂമിയിൽ നിന്ന് 45,000 അടി മുകളിലാ പറക്കുന്നത്. ഇവിടെ ചായക്കടക്കാരനൊന്നും ഇല്ല. അല്ല, ചായക്കട ചേട്ടനില്ലെങ്കിൽ ഇപ്പൊ എന്താ? നമുക്ക് എയർ ഹോസ്റ്റസിനോട് ചെന്ന് ചായയും കടിയൊക്കെ ചോദിക്കാലോ. ഹലോ, ഓപ്പൺ ദി ഡോർ. എക്സ്ക്യൂസ് മീ, ഒരു 7 പേർക്ക് ചായയും കടിയും പറ്റുമെങ്കിൽ നല്ല ചൂടുള്ള സമൂസയും മുകളിലത്തെ റൂഫിൽ ഒന്ന് എത്തിച്ചു തരാൻ പറ്റുമോ? ഓക്കേ സർ. താങ്ക് യു. റൂഫ് ടോപ്പ്. ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ. എന്തു പറ്റി? എന്താ ഇത്ര ടെൻഷൻ? റൂഫ് ടോപ്പിൽ നിന്നും 7 പേർ ചായയും സമൂസയും ഓർഡർ ചെയ്തിരിക്കുന്നു. എന്നാ പിന്നെ കൊടുത്തൂടെ? എന്നോട് എന്തിനാ ചോദിക്കുന്നത്? റൂഫ് ടോപ്പിൽ നിന്ന് സർ, റൂഫ് ടോപ്പിൽ നിന്ന്. ഫ്ലൈറ്റിന്റെ മേലെ ഇരുന്നാണ് അവർ ഓർഡർ ചെയ്തത് സർ. എന്തിനാ ഈ തമാശയൊക്കെ പറയുന്നത്? പോയി നിങ്ങളുടെ ജോലി ചെയ്യും. പോ, എന്നെ വെറുതെ ശല്യം ചെയ്യല്ലേ. കൊള്ളാം, എന്തൊരു ഷോട്ട് ആയിരുന്നു അത്. ഹേയ് ഗായ്സ്, മോളിൽ ക്രിക്കറ്റ് മാച്ച് വെച്ചിട്ടുണ്ട്, വാ കാണാം. ലൈവ് ടെലികാസ്റ്റ് ആണ്. സർ, എല്ലാ യാത്രക്കാരും ഇപ്പോൾ റൂഫ് ടോപ്പിലേക്ക് പോയി കഴിഞ്ഞു. എല്ലാവരും ചായയും പലഹാരവും ചോദിക്കുന്നു.
പോയി കൊടുക്ക്. ഞാൻ എപ്പോഴാ വേണ്ടെന്ന് പറഞ്ഞേ? നിങ്ങളിപ്പോ തമാശ പറയാനുള്ള മൂഡിലാന്ന് തോന്നുന്നു. പക്ഷെ ഞാനിപ്പോ ആ മൂഡിലല്ല. ഡോണ്ട് ഡിസ്റ്റർബ് മീ നൗ. ആർക്ക് എന്താണോ വേണ്ടെന്ന് വെച്ചാ കൊടുക്ക്. ഇപ്പൊ പോ. എല്ലാരും എവിടെ പോയി? ഫ്ലൈറ്റ് ഫുൾ ആയിരുന്നല്ലോ. അവരെല്ലാരും റൂഫ് ടോപ്പിൽ പോയി മാച്ച് കണ്ടോണ്ടിരിക്കുകയാണ്. ഇല്ല, അതെങ്ങനെ സംഭവിക്കാനാ? ഒരു മിനിറ്റിൽ എല്ലാരും താഴെ ഇറങ്ങിക്കൊള്ളണം. ഇല്ലെങ്കിൽ ഞാൻ പ്ലെയിൻ തലകീഴാക്കി എല്ലാരും താഴത്തേക്ക് ഇടും. ഇല്ല വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. അല്ല, ഇതെന്താ മാച്ച് നിന്ന് പോയത്? ദേ ഇങ്ങോട്ട് നോക്കിയേ. ഏത് മണ്ട ശിരോമണിയാ ടി വി എടുത്ത് പിച്ചിൽ വന്നിരിക്കുന്നത്? പിന്നെ എങ്ങനെയാണോ മാച്ച് നടക്കുക? ഇത് നമ്മൾ തന്നെയാണ്. നീക്ക് എന്താണ് ഇവിടെ കാണിക്കുന്നത്? മാച്ച് മൊത്തത്തിൽ കൊളവാക്കി കളഞ്ഞു. ഓ എന്റെ അത്തിപ്പാർ അമ്മച്ചി, നമ്മള് മാച്ച് നടക്കുന്ന അതേ പിച്ചിൽ തന്നെയാണോ വന്ന് ചാടിയത്? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഓടിക്കോ.